Good morning, my students. Today we are going to discuss about the previous year's question paper discussion related to the chapter Indian Economy 1950 to 1990. ഈ ചാപ്റ്ററിൻ്റെ സമ്മറി പറയുകയാണെങ്കിൽ ആഫ്റ്റർ ഗെറ്റിംഗ് ദ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ എന്ത് പോളിസി ഏത് എക്കണോമിക് പോളിസി നടപ്പിലാക്കണം എന്നതിനെ ബേസ് ഒരു ചർച്ച നടന്നിരുന്നു. അതിൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റു, ദെൻ പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രമുഖ വ്യക്തികളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഏത് സിസ്റ്റം നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ച നടന്നതിൻ്റെ ഭാഗമായിട്ട് വേൾഡിൽ അന്നുണ്ടായിരുന്ന ഒരു സിസ്റ്റം റഷ്യയുടെ 7 ഇയർ പ്ലാൻ ആയിരുന്നു. ആ 7 ഇയർ പ്ലാനിൻ്റെ ഒരു ഭാഗം, ഒരു മോഡൽ ഇന്ത്യയിൽ സ്വീകരിക്കാം എന്നുള്ള ചർച്ച വരികയും ഇന്ത്യ 5 ഇയർ പ്ലാൻ എന്നുള്ളത് ഇന്ത്യയിൽ നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ വേൾഡിൽ ഉണ്ടായിരുന്ന ഡിഫറെൻ്റ് എക്കണോമിക് സിസ്റ്റം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും തുടക്കത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ആ 3 സിസ്റ്റംസ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം, സോഷ്യലിസ്റ്റ് സിസ്റ്റം, അതേപോലെ തന്നെ മിക്സഡ് എക്കോണമി, അല്ലേ? ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമി എന്നുള്ള 3 സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ്, അതിൽ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ദെൻ അതിനുശേഷം 1950 പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുകയും 1951 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം എന്താണ്, അല്ലെങ്കിൽ ഗോൾ എന്താണ് എന്നുള്ളതാണ് അതിൽ തുടക്കത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ദാറ്റ് ഈസ് ദ ഗോൾ ഓഫ് 5 ഇയർ പ്ലാൻ. ഗോൾ ഓഫ് ദ 5 ഇയർ പ്ലാൻസ്: ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി എന്ന് പറയുന്ന 4 പോയിന്റുകളാണ് അതിലുള്ളത്. ആ 4 പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിന് ചോദ്യങ്ങൾ വരാം. ദെൻ അടുത്ത ടോപ്പിക് ആയിട്ട് ആ ചാപ്റ്ററിൽ വരുന്നതാണ് ദ ഇമ്പാക്റ്റ് ഓഫ് 5 ഇയർ പ്ലാൻ ഇൻ ഇന്ത്യൻ എക്കോണമി. അതിൽ ഫസ്റ്റ് വരുന്നത് അഗ്രികൾച്ചർ ഏരിയയാണ്. അഗ്രികൾച്ചർ ഏരിയയിൽ 5 ഇയർ പ്ലാൻ ഇത് എങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളതെന്നാണ്. അതിന് ഫസ്റ്റ് പോയിന്റ് ഏതായിരുന്നു? ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നതാണ്. ആ ലാൻഡ് റിഫോംസ് എന്താണ് എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ലാൻഡ് റിഫോംസ്, അതേപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷൻ, ആ ഗ്രീൻ റെവല്യൂഷൻ്റെ ആര് നടപ്പിലാക്കി, എന്താണ് അതിൻ്റെ എയിം, അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ത്, നെഗറ്റീവ് സൈഡ് എന്ത് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ദെൻ പിന്നെ വരുന്നത് ഗോൾ ഓഫ് ദ 5 ഇയർ പ്ലാൻസിന് നമ്മുടെ ഗ്രീൻ റെവല്യൂഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡിബേറ്റ് ഓവർ സബ്സിഡി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ പിന്നെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിൽ 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, പ്രൈവറ്റ്, അതേപോലെ രണ്ടുപേരും മിക്സ് എന്നുള്ള രീതിയിൽ IPR 1956 എന്ന് പറയുന്നതുണ്ട്. ദെൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ത്, നെഗറ്റീവ് സൈഡ് എന്ത് എന്നുള്ള ഭാഗമുണ്ട്. ദെൻ അടുത്ത ടോപ്പിക്ക് വരുന്നത് ഇമ്പോർട്ട് ആൻഡ് ട്രേഡ് അല്ലെങ്കിൽ ട്രേഡ് പോളിസിയാണ്. ട്രേഡ് പോളിസിയിൽ ഇന്ത്യ നടപ്പിലാക്കിയ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം, താരിഫ്, കോട്ട സിസ്റ്റം, ഇതെല്ലാമാണ് ഈ ചാപ്റ്ററിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഒപ്പം ഇന്ത്യൻ എക്കോണമിയിൽ 1950 to 1990 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയുടെ മേഖലയിലും ട്രേഡ് പോളിസിയിൽ നടപ്പിലാക്കിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസികളെക്കുറിച്ചും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരാവുന്ന ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഗോൾ ഓഫ് ദ 5 ഇയർ പ്ലാൻ, then critically evaluate the land reforms and critically evaluate the green revolution, weight report related to the subsidy, then trade policy then industrial policy important ആയിട്ട് വരുന്നത് IPR 1956, then important Carvey കമ്മിറ്റിയുടെ സിസ്റ്റം ആയിട്ടുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ദെൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പോസിറ്റീവ് സൈഡ് എന്തായിരുന്നു, അതേപോലെ തന്നെ ട്രേഡ് പോളിസിയിൽ വാട്ട് ഈസ് എ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, വാട്ട് ഈസ് എ പ്രൊട്ടക്ഷൻ സിസ്റ്റം, വാട്ട് ഈസ് എ കോട്ട സിസ്റ്റം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സം ആൻഡ് സബ്സ്റ്റൻസ് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഓൺ, ഏത് വർഷമാണ് പ്ലാനിംഗ് കമ്മീഷൻ? ദ 1st January 1950, ദ March 1950, 15th March 1950, 1st April 1950. ഇപ്പോൾ ഇതിൽ ഒക്കെ 1950 ആണ്. അതാണ് പ്രശ്നം. 1950 ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഡേറ്റും കൂടി ഓർത്ത് വെച്ച് പഠിക്കുക. 15th March 1950 ആണ്. 15th March 1950 ആണ് ഫസ്റ്റ് ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഓൺ ഇന്ത്യ, അല്ലേ? ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത് 15th March
ഡേറ്റ് തെറ്റിക്കരുത്, കാരണം എല്ലാത്തിലും 1950 തരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ 15th March 1950 എന്നുള്ളത് ആൻസർ എഴുതുക. ദെൻ ഹു ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിങ്? ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ആർക്കിടെക്ട് ആര്? ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കെ എൻ രാജ്, പ്രസന്നചന്ദ്ര മഹൽനോബിസ്, ആർ സി ദേശായി, ദാദാഭായ് നവറോജി. അപ്പോൾ ആരാണ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്ന് പറയുന്നത്? പ്രസന്നചന്ദ്ര മഹൽനോബിയസ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം. ഇന്ത്യയിൽ ഡിഫറെൻറ്റ് നമ്മളിതിൻ്റെ ഇൻട്രൊഡക്ഷൻ സൈഡിൽ പറഞ്ഞു ദർ ആർ 3 എക്കണോമിക് സിസ്റ്റം ഇൻ ദ വേൾഡ് അല്ലേ? ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം, സോഷ്യലിസ്റ്റ് സിസ്റ്റം, അതേപോലെ തന്നെ മിക്സഡ് എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യ ഏത് എക്കണോമിക് സിസ്റ്റമാണ് നടപ്പിലാക്കിയത് അല്ലെ? ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം, സോഷ്യലിസ്റ്റ് സിസ്റ്റം, മിക്സഡ് എക്കോണമി, നൺ ഓഫ് ദിസ്. ഇതിൽ ഏതാണ് നടപ്പിലാക്കിയത്? മിക്സഡ് എക്കോണമിക് സിസ്റ്റം. ദെൻ ഗ്രീൻ റെവല്യൂഷൻ റിലേറ്റഡ് ടു ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, ക്യാഷ് ക്രോപ്സ് പ്രൊഡക്ഷൻ, മിൽക്ക് പ്രൊഡക്ഷൻ, ഓൾ ദി എബോവ്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ ഇസ് റിലേറ്റഡ് ടു the production of food grains അല്ലേ? production of food grains. Then 5th question, who is considered as the architect of Indian planning? അപ്പോൾ നേരത്തെ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാൻ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്ന് പറയുന്നത് പ്രസന്നചന്ദ്ര മഹൽനോബിയസ് ആണ്. ദെൻ വൈറ്റ് റെവല്യൂഷൻ റിലേറ്റഡ് ടു ഏതിനാ? മിൽക്ക് അല്ലെ? പാലുമായിട്ട് ബന്ധപ്പെട്ടതാണ് വൈറ്റ് റെവല്യൂഷൻ. ഹൗ മെനി ആനുവൽ പ്ലാൻസ് വെർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കിയിട്ടുണ്ട്? ഇത് നിങ്ങളുടെ ഔട്ട് ഓഫ് സിലബസ് ആണ്, എന്നാലും നിങ്ങൾ ഓർത്ത് വെക്കുക. 6 ആനുവൽ പ്ലാൻസ് എന്നുള്ള രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ. ദെൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. പോയിന്റ് ഔട്ട് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്നതാണ്. നമുക്ക് നോക്കാം. ദ എയിം ഓഫ് ദ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് വാസ് എസ്റ്റാബ്ലിഷ്മെന്റ്, expansion and ownership of private industries according to priorities of 5-year plans. നമ്മുടെ 5-year പ്ലാൻസിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചുകൊണ്ട് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക, എക്സ്പാൻഷൻ ആൻഡ് ഓണർഷിപ്പ്, ഇതൊക്കെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഏരിയയും ആയിട്ട് റിലേറ്റഡ് ആണ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. ഇറ്റ് ഈസ് ആൾസോ എയിം ടു ചെക്ക് ദ മൊണോപ്പൊളി ടെൻഡൻസി ഇൻ ഇൻഡസ്ട്രീസ്. ഇത് ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. എന്താ? ദ മൊണോപ്പൊളി ടെൻഡൻസി ഓഫ് ദ ഇൻഡസ്ട്രീസും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. അനദർ ഒബ്ജക്റ്റീവ് ടു റിമൂവ് ദ റീജിയണൽ ഡിസ്പാരിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ്. നമുക്കറിയാം ഇൻഡസ്ട്രീസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് ബിഗ് ടൗണുകളിലായിരിക്കും. അപ്പോൾ ചില ഏരിയയിലൊന്നും എന്തുണ്ടാവിരിക്കില്ല, ഇൻഡസ്ട്രീസ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ആയതുകൊണ്ട് റീജിയണൽ റീജിയണൽ ഇക്വാലിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് നടപ്പിലാക്കുന്നത്. ദെൻ ഡിഫൈൻ എക്കണോമിക് പ്ലാൻ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഡിഫൈൻ എക്കണോമിക് പ്ലാനിങ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. 1 മാർക്കോ 2 മാർക്കിനോ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാം. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാറ്റേൺ 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക് അങ്ങനെയാണല്ലോ നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എക്കണോമിക് പ്ലാനിങ് മീൻസ് utilization of the country's resources into different development activities in accordance with the national priority. അപ്പോൾ നാഷണൽ പ്രയോറിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള റിസോഴ്സസിനൊക്കെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നതാണ് എക്കണോമിക് പ്ലാനിങ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫോളോയിങ് ടേബിൾ ആൻഡ് ഡ്രോ ദ ഇൻഫ്ലുവൻസസ്. ഇവിടെ ഒരു സെക്ടർ കോൺട്രിബ്യൂഷൻ ടു ദ GDP എന്നുള്ള രീതിയിൽ നിന്നുണ്ട്. അഗ്രികൾച്ചർ സെക്ടർ 1950 to 51 ആൻഡ് 1990 to 91. ദെൻ നമുക്ക് 1950 to 1991 ഇത് ഇൻഫർമേഷൻ അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, അതേപോലെ തന്നെ സർവീസ് സെക്ടർ കൊടുത്തിട്ടുണ്ട്. 1950-51 എത്രയാണ് ഓരോ സെക്ടറും GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ 1990 to 1991 എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ? ഒരു ഡയലമ ഇതിൽ കാണുന്നുണ്ട്, ശ്രദ്ധിക്കാം. അഗ്രികൾച്ചർ സെക്ടറിൽ 1950 to 51 GDPയിലേക്ക് 59% അഗ്രികൾച്ചർ സെക്ടറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ അത് 1991 ആയപ്പോഴേക്കും 59 എന്നുള്ളത് 34.9 എന്നുള്ള രീതിയിൽ ഡിക്രീസ് ട്രെൻഡാണ് കാണിച്ചത്. ദെൻ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ 1950 to 51 സെർട്ടൻ വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 13.0%. അത് എന്ത് ചെയ്തിട്ടുണ്ട്? 1991 24.6% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദെൻ സർവീസ് സെക്ടർ 28.0% ആയിരുന്നു 1950 to 51. ദെൻ 1991 40.5% എന്നുള്ള രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻഫറൻസസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിലിപ്പോൾ ഇവിടെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് why was it necessary for the developing countries like India follow the self-reliance as a planning objective? എന്തുകൊണ്ടാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ നമ്മുടെ ഗോൾ ഓഫ് ദ 5-year പ്ലാനിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആയിട്ടുള്ള സെൽഫ് റിലയൻസ് വളരെ നെസസറി ആണ് എന്ന് പറയാൻ കാരണം എന്താ? our first 7 5-year plans gave importance to self reliance. നമ്മുടെ ആദ്യത്തെ 7 5-year പ്ലാനിൽ നമ്മൾ എന്ത് നടപ്പിലാക്കി? സെൽഫ് റിലയൻസിനാണ് പ്രാധാന്യം നടപ്പിലാക്കിയത്. ദിസ് മീൻസ് averting the imports of those goods produced in India itself. നമ്മൾ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് എപ്പോഴാണ്? അവരുടെ പ്രോഡക്റ്റ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് 7 5-year പ്ലാൻസിൽ നമ്മൾ ഇന്ത്യ എയിം ചെയ്തത് സെൽഫ് റിലയൻസ് ആണ്. സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട പ്രോഡക്റ്റ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലേ? the imported goods produced in our India. ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക. റെഡ്യൂസ് ദ ഡിപ്പെൻഡൻസി റേറ്റ് ഓഫ് ദി അതർ കൺട്രീസ്. ആണ് സെൽഫ് റിലയൻസിൻ്റെ മറ്റൊരു എയിം എന്ന് പറയുന്നത്. when India become the self reliant, we can save foreign exchange and can promote export. അല്ലേ? നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളെ കൂടുതലായിട്ട് ആശ്രയിച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന പ്രോബ്ലം എന്താ? നമ്മുടെ ഫോറിൻ കറൻസി എന്ത് ചെയ്യുന്നുണ്ട്? വിദേശത്ത് നിന്ന് പ്രോഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് കുറയുകയും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഇമ്പോർട്ട് ഡ്യൂട്ടി നമുക്ക് കൂടുതലായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ സെൽഫ് റിലയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട പ്രോഡക്റ്റ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഇന്ത്യയുടെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. in all the states of India substantiate your view. അല്ലേ? നമ്മൾ the impact of 5-year plan in Indian economy-യിലെ ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്, അല്ലേ? ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത് നമ്മുടെ സെമീന്ദാരി സിസ്റ്റത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. ആ നെഗറ്റീവൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ദോസ് ആർ ദ ടില്ലേഴ്സ് ഓഫ് ദ ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ ലാൻഡ് ടു ദ ആക്ച്വൽ ടില്ലേഴ്സ് ഓഫ് ദ ലാൻഡ്. യഥാർത്ഥത്തിൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഭൂമിയുടെ ആ ഉടമസ്ഥാവകാശം ഓണർഷിപ്പ് എന്ത് ചെയ്യുക അവർക്ക് കൊടുക്കുന്ന സിസ്റ്റമാണ് ലാൻഡ് റിഫോംസിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അത് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റഡ് ആണോ എന്നതാണ് ചോദ്യം. അപ്പോൾ നോ എന്നാണ് ആൻസർ വരുന്നത്. നോ, ലാൻഡ് റിഫോംസ് വർ നോട്ട് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റഡ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ലാൻഡ് റിഫോംസ് വർ സക്സസ്ഫുൾ ഇൻ കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ. അല്ലെ, കേരളയിലും അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റുകളിലേ ഉണ്ടായിരുന്നുള്ളൂ. because these states had governments committed to the policy of land to the tillers. അല്ലേ, യഥാർത്ഥത്തിൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ആ ലാൻഡിൻ്റെ ഓണർഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള 2 സ്റ്റേറ്റുകൾ ഏതൊക്കെയായിരുന്നു? കേരളവും വെസ്റ്റ് ബംഗാളും ആയിരുന്നു. മറ്റ് സ്റ്റേറ്റുകൾ അൺഫോർച്ചുനേറ്റ്ലി എന്താ ഉണ്ടായത്? അതർ സ്റ്റേറ്റ് ഡിഡ് നോട്ട് ഹാവ് ദ സെയിം ലെവൽ ഓഫ് ദ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് വാസ്റ്റ് ഇൻഇക്വാലിറ്റി ഇൻ ദ ലാൻഡ് ഹോൾഡിംഗ് കണ്ടിന്യൂസ് ടു ദിസ് ഡേ. അല്ലെ, മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ധൈര്യപൂർവ്വം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ എന്താണ് ഇൻഇക്വാലിറ്റി ഓഫ് ദ ലാൻഡ് ഹോൾഡിംഗ് കൂടുതലായിട്ടുണ്ടായിരുന്നു. ദെൻ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിലാണ് മോഡേണൈസേഷൻ, ഗ്രോത്ത്, ഇക്വിറ്റി, ഇമ്പോർട്ട് എന്നുള്ളത്. ഇതിലെ കൂട്ടത്തിൽപ്പെടാത്തത് മോഡേണൈസേഷൻ, ഗ്രോത്ത്, ഇക്വിറ്റി ആൻഡ് സെൽഫ് റിലയൻസ് ആണ് വരേണ്ടത്. ഇമ്പോർട്ടാണ്. അപ്പോൾ ഇമ്പോർട്ട് അതേഴ്സ് ആർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ 5-year പ്ലാൻ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഹൈ ഹീൽഡ് വെറൈറ്റി ഓഫ് സീഡ്സ്, ലൈസൻസിങ്, ഇറിഗേഷൻ. ഇതിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഹൈ ഹീൽഡ് വെറൈറ്റി ഓഫ് സീഡ്സ്, ലൈസൻസിങ് ആൻഡ് ഇറിഗേഷൻ. ഇതിൽ ലൈസൻസിങ് ഒഴികെ അതേഴ്സ് ആർ റിലേറ്റഡ് ടു ദ ഗ്രീൻ റെവല്യൂഷൻ. ദെൻ ലൈസൻസിങ്, പ്രൊട്ടക്ഷൻ, അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്, റിസർവേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈസൻസിങ്, പ്രൊട്ടക്ഷൻ, അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് എന്ന് പറയുന്ന ഇതാണ് അതിലേക്ക് പെടാത്തത്. അതേഴ്സ് ആർ റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ പോളിസി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. Given below are some names of countries. Classify them into the table based on the economic system they follow. അപ്പോൾ ഇവിടെ ഓരോ രാജ്യങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് വന്നതാണ്. USA, ജർമ്മനി, ക്യൂബ, ഇന്ത്യ, ചൈന, ശ്രീലങ്ക, UK, വെനിൻസുല ആൻഡ് പാകിസ്ഥാൻ. ഇതിൽ സോഷ്യലിസം നടപ്പിലാക്കിയത്, ക്യാപിറ്റലിസം ഏതാണ്, മിക്സഡ് എക്കോണമി ഏതാണ്? സോഷ്യലിസം ചൈന, ക്യൂബ, വെനിൻസുല. ദെൻ ക്യാപിറ്റലിസം USA, യുണൈറ്റഡ് കിങ്ഡം, ദെൻ ജർമ്മനി. ദെൻ മിക്സഡ് എക്കോണമി സിസ്റ്റത്തിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക. ചില ഏഷ്യൻ കൺട്രീസൊക്കെ ഇന്ത്യക്ക് അടുത്തുള്ള അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസൊക്കെ മിക്സഡ് എക്കോണമിക് സിസ്റ്റമാണ് നടപ്പിലാക്കിയത്. ദെൻ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് എക്കോണമി. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് മാർക്കറ്റ് മെക്കാനിസമാണ്.
Then socialism is related to the public sector. Then mixed economy, the coexistence of public sector and the private sector. Then next question, with equity is the objective of Indian planning. Justify. The goal of the 5-year plan ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. Growth means increase in the country's capacity to produce the output of goods and services. And അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ രാജ്യത്തിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ അതിൻ്റെ ഒരു കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇൻക്രീസ് ദ റിയൽ GDP ഓഫ് അവർ കൺട്രി എന്നുള്ള രീതിയിൽ പറയാം. ദെൻ ഇക്വിറ്റി മീൻസ് ഇക്വാലിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താ? എല്ലാവരും തുല്യരായിട്ടുള്ളതാണ്. Growth with equity is an important objective of our planning. By this we mean the government should ensure that the benefit of economic growth reaches the poor section of the society. It also aims that every citizen should be able to meet the basic requirements such as food, shelter, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എക്സെട്ര. അപ്പോൾ ഗ്രോത്ത് വിത്ത് എക്വിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രോത്ത് നടപ്പിലാക്കുമ്പോൾ അത് ഈക്വലായിട്ട് എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ നടപ്പിലാക്കണം എന്നതാണ് ഗ്രോത്ത് വിത്ത് ഇക്വിറ്റി എന്നുള്ള രീതിയിലുള്ള ആ പോയിന്റിനെ അർത്ഥമാക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യൻ എക്കോണമി? ഇന്ത്യയിലെ അഗ്രികൾച്ചറിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ ഈസ് കൺസിഡർഡ് ആസ് ദ ബാക്ക് ബോൺ ഓഫ് ദി ഇന്ത്യൻ എക്കോണമി. ഇറ്റ് കോൺട്രിബ്യൂട്ട് അബൌട്ട് 24% ഓഫ് നാഷണൽ ഇൻകം. മോറോവർ അബൌട്ട് 2/3 ഓഫ് അവർ ടോട്ടൽ പോപ്പുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ അഗ്രികൾച്ചർ ഫോർ ദർ ലിവിംഗ്. ദെർഫോർ അഗ്രികൾച്ചർ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പോൾ നിങ്ങൾ അഗ്രികൾച്ചറിൻ്റെ റോൾ ഇന്ത്യൻ എക്കോണമി ചോദിക്കുമ്പോൾ അഗ്രികൾച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇന്ത്യൻ എക്കോണമിയിൽ അല്ലെങ്കിൽ GDP-യിലേക്ക് എത്ര കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്, എത്രത്തോളം ജനങ്ങൾ അഗ്രികൾച്ചറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഡാറ്റയെ റിലേറ്റഡ് ചെയ്തുകൊണ്ട് എഴുതിയ പരീക്ഷയ്ക്ക്. ദെൻ വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി 1956? ഇൻഡസ്ട്രിയൽ പോളിസി 1956-ന്റെ പ്രധാനമായിട്ടുള്ള എയിം ഏതൊക്കെയായിരുന്നു നോക്കണം. വളരെ നല്ലൊരു ചോദ്യമാണ്. ദ റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആയിരുന്നു അതിൻ്റെ ഒരു എയിം. ദെൻ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ദ പബ്ലിക് സെക്ടർ. ദെൻ റിഡക്ഷൻ ഇൻ ഇൻഇക്വാലിറ്റി ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. നമ്മുടെ രാജ്യത്തുള്ള ഈ 3 പോയിന്റുകളും ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് കൊടുക്കുക. ദെൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP ഈസ് ദ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. കമൻ അല്ലെങ്കിൽ GDP ആണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ വളർച്ച നിർണ്ണയിക്കുന്നതിനെ കാണിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഡിക്കേറ്റർ എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങളുടെ റിപ്പോർട്ട് എന്താണ്? അപ്പോൾ GDP എന്ന് പറയുന്നതിൻ്റെ തിയറി ആദ്യം നിങ്ങൾ കൊടുക്കുക. GDP ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എക്കോണമി ഡ്യൂറിങ് എ 1 year ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി. ഒരു രാജ്യത്തിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ സേവനത്തിൻ്റെയൊക്കെ പണത്തിലുള്ള മൂല്യമാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ ആ GDP ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനൊക്കെ വർദ്ധിക്കുന്നു എന്നതാണ് കാണിക്കുന്നത്. Explain the need and the type of land reforms implemented in agriculture sector. അപ്പോൾ ഇതിലെ ആൻസേഴ്സ് നോക്കാം. ഇന്ത്യയിലെ ലാൻഡ് റിഫോംസ് നടപ്പിലാക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം അതിൻ്റെ എന്തായിരുന്നു എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ഇൻഡിപെൻഡൻസ്. The land tenure system was dominated by the intermediaries, merely collected the rent from the tillers without contributing towards the improvement on the farm. ഒരു ലാൻഡ് ടെനർ സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് സെമീന്ദാരി സിസ്റ്റത്തിൻ്റെ ഒരു ചില ബാക്കി ഭാഗങ്ങൾ ഈ ഇന്ത്യയിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ ചില മേഖലകളിൽ സെമീന്ദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, റേട്ടുവാരി സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിസ്റ്റത്തിൽ ലാൻഡ് ടെനർ സിസ്റ്റത്തിൽ ഇത് ഇൻ്റർമീഡിയറീസ് ആയിട്ടുള്ള ആൾക്കാർ ഫാർമേഴ്സിന് എൻ്റെ ഫാമിൽ യാതൊരുവിധ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അവരിൽ നിന്ന് അമിതമായിട്ടുള്ള റെൻറ്റ് പിടിച്ചെടുക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. അമിതമായിട്ടുള്ള റെൻറ്റ് പിടിച്ചടക്കുമ്പോൾ ഫാമിലി യാതൊരുവിധ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റെൻറ്റ് പിടിച്ചടക്കുമ്പോൾ അത് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ പിന്നോക്കാവസ്ഥയിലേക്ക് കാരണമായി. ആയതുകൊണ്ട് തന്നെ this resulted the low production from the agriculture and forced the നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ക്രോപ്സ് കുറയാനും അതേപോലെ തന്നെ ധാരാളമായിട്ടുള്ള ഫുഡ് ക്രോപ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും കാരണമായി. ദിസ് ഈസ് കോൾഡ് ആൻ അർജൻറ്റ് നീഡ് ഓഫ് ദ ലാൻഡ് റിഫോം സിസ്റ്റം. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ലാൻഡ് റിഫോംസ് നടപ്പിലാക്കാനുണ്ടായ ഒരു അർജൻറ്റായിട്ടുള്ള റീസൺ വന്നത്. ദെൻ ആ ലാൻഡ് റിഫോംസ് ഏതൊക്കെയെന്ന് നോക്കാം. അതിൽ ലാൻഡ് റിഫോംസിൽ ഇമ്പോർട്ടൻ്റ് പോളിസികൾ: അബോളിഷൻ ഓഫ് ദ ഇന്റർമീഡിയറീസിലുള്ള ആൾക്കാരെ ഒഴിവാക്കുക, മേക്കിംഗ് ദ ടില്ലേഴ്സ് ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്.
Those who are the actual tillers of the land gave the ownership to that land. ആരാണോ യഥാർത്ഥത്തിൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് അവർക്ക് ആ ലാൻഡിൻ്റെ ഓണർഷിപ്പ് കൊടുക്കുക എന്നതാണ് മേക്കിംഗ് ദ ടില്ലേഴ്സ് ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. ദെൻ ലാൻഡ് സീലിംഗ് ആൻഡ് ഫിക്സിംഗ് ദ സൈസസ് ഓഫ് ലാൻഡ് ഹോൾഡിംഗ്. ഒരാളുടെ കയ്യിൽ, ഒരു വ്യക്തിയുടെ കയ്യിൽ കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ അല്ലെങ്കിൽ ലാൻഡിൻ്റെ പരിധി നിശ്ചയിക്കുകയും ആ പരിധി നിശ്ചയിക്കുന്നതിൻ്റെ സീലിംഗ് ഓഫ് ദ ലാൻഡ് അല്ലെങ്കിൽ ലാൻഡ് സീലിംഗ് ആൻഡ് ഫിക്സിംഗ് ദ സൈസസ് ഓഫ് ലാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് അതാണ്. ദെൻ prepare a table showing the plans of India and 5-year plans and implementation എന്നുള്ള ഫസ്റ്റ് 5-year പ്ലാൻ, സെക്കൻഡ് 5-year പ്ലാൻ, ഓരോ 5-year പ്ലാനും നടപ്പിലാക്കിയിട്ടുള്ള കാലഘട്ടങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ 12th 5-year പ്ലാൻ 2012 and 17. ഫസ്റ്റ് 5-year പ്ലാനിൻ്റെ ഡേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, 1951 to 56 ആണ്. ദെൻ സെക്കൻഡ് 5-year പ്ലാൻ 1956 to 61 ആണ്. ദെൻ തേർഡ് 5-year പ്ലാൻ 1961 to 66 ആണ്. ദെൻ 3 ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കിയിട്ടുണ്ട്, 1966 to 69 ഉള്ള കാലഘട്ടത്താണ്. ദെൻ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 12th 5-year പ്ലാൻ ഏതാണെന്നുള്ള ഇയറും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. 12th 5-year പ്ലാൻ 2012 and 17. ഈ 2012 and 17 മുൻപ് തന്നെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ചേഞ്ച് ചെയ്തിട്ട് നീതി ആയോഗ് ഇന്ത്യയിൽ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്കിവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. കോട്ട സിസ്റ്റം, ഹൈ yielding വെറൈറ്റി ഓഫ് സീഡ്സ്, ലാൻഡ് റിഫോംസ്, പ്രൈം മിനിസ്റ്റർ എന്നൊക്കെയുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോവാം. ആൻസറിൽ കോട്ട സിസ്റ്റം, ക്വാണ്ടിറ്റി ഓഫ് ദ ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി ഇമ്പോർട്ടഡ്. കോട്ട സിസ്റ്റം എന്ന് പറയുന്നത് എത്ര കൊമോഡിറ്റി നമ്മുടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ അളവിനെയാണ് കോട്ട സിസ്റ്റം എന്ന് പറയുന്നത്. ഹൈ yielding വെറൈറ്റി ഓഫ് സീഡ്സ് റിലേറ്റഡ് ടു ദ സീഡ്സ് ഗിവിംഗ് ദ ലാർജ് ഔട്ട്പുട്ട് നൽകുന്നതാണ് ഹൈ yielding വെറൈറ്റി ഓഫ് സീഡ്സ് എന്ന് പറയുന്നത്. ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ അഗ്രികൾച്ചറിന് വേണ്ടി നടപ്പിലാക്കിയതാണ്. പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷൻ ആരുടെയാണ്? നീതി ആയോഗ് അല്ലേ. നീതി ആയോഗിൻ്റെയും അതേപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ? ഹൗ ഡിഡ് ഇറ്റ്സ് ബെനിഫിറ്റ് ഫാർമർ? ഗ്രീൻ റെവല്യൂഷൻ എന്താണ്? ഗ്രീൻ റെവല്യൂഷൻ ഇതെങ്ങനെ ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞുള്ളതാണ്. ഗ്രീൻ റെവല്യൂഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളം വരാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. നമുക്കിപ്പോൾ അത് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നൊരു ടോപ്പിക്കാണ്, നന്നായിട്ട് നോക്കാം. ദെൻ പ്രിപ്പയർ എ ഡിബേറ്റ് റിപ്പോർട്ട് ഓൺ ദ ടോപ്പിക് ഈസ് അഗ്രികൾച്ചർ സബ്സിഡി ഈസ് നെസസറി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അഗ്രികൾച്ചർ സബ്സിഡി ആവശ്യമാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു ഡിബേറ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ ഡിബേറ്റ് റിപ്പോർട്ട് ചോദിക്കുമ്പോൾ പല രീതിയിൽ എഴുതാം. ഒന്ന് ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് ആ ഇൻട്രൊഡക്ഷന് ആർഗ്യുമെൻറ്റ്, ദെൻ അതിൻ്റെ ഫേവറായിട്ടും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള രണ്ട് ഹെഡ്ലൈൻ കൊണ്ടുവരിക, അതിൽ പോയിന്റുകൾ എഴുതുക. ഒപ്പം എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിലും കൂടി നിങ്ങൾ എഴുതി കൊടുക്കണം. നമുക്കിവിടെ ഇതിനൊന്ന് ചെക്ക് ചെയ്യാം. ആർഗ്യുമെൻറ്റ് ഇൻ ഫേവർ ഗിവിംഗ് ദ സബ്സിഡി നൽകുന്നതിന് ഉള്ള ആർഗ്യുമെൻ്റ് ആണ്. അതിൻ്റെ പോസിറ്റീവ് സൈഡുകളാണ് ഇതിലുള്ളത്. സബ്സിഡി പ്രൊവൈഡ് ആൻ ഇൻസെൻറ്റീവ് ഫോർ അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി ബൈ ഫാർമേഴ്സ് ഇൻ ജനറൽ ആൻഡ് സ്മോൾ സ്കെയിൽ ഫാർമേഴ്സ് ഇൻ പർട്ടിക്കുലർ അല്ലേ. സ്മോൾ സ്കെയിൽ ഫാർമേഴ്സിനും മറ്റുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് ഒരു അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയൊക്കെ നേടിയെടുക്കുന്നതിന് പുതിയൊരു ഇൻസെൻറ്റീവ് നൽകുന്നതാണ് സബ്സിഡി എന്ന് പറയുന്നത്. ദെൻ സബ്സിഡി ആർ നീഡ് ടു എൻകറേജ് ദ ഫാർമേഴ്സ് ടു ടെസ്റ്റ് ന്യൂ ടെക്നോളജി. സബ്സിഡി നൽകുന്നത് മൂലം ഫാർമേഴ്സിന് പുതിയ ടെക്നോളജി അത് എന്ത് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. ദെൻ സബ്സിഡി ഹെൽപ്പ് സ്മോൾ ഫാർമേഴ്സ് ടു കണ്ടിന്യൂ പ്രൊഡക്ഷൻ സോ ദാറ്റ് ഫുഡ് സെക്യൂരിറ്റി ഓഫ് ദ നാഷൻ ക്യാൻ ബി എൻഷുർഡ്. അപ്പോൾ സബ്സിഡി നൽകുന്നതോടുകൂടി സ്മോൾ ഫാർമേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യും. ഫാർമേഴ്സ് അഗ്രികൾച്ചർ പാഡി ഏരിയയിൽ അല്ലെങ്കിൽ പാഡി ഫീൽഡുകളിൽ അഗ്രികൾച്ചർ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിന് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ അവർക്കൊരു നമ്മുടെ രാജ്യത്ത് ഫുഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് സബ്സിഡി സഹായിക്കുന്നുണ്ട്. ദെൻ ആർഗ്യുമെൻറ്റ് അഗെയിൻസ്റ്റ് ഗിവിംഗ് ദ സബ്സിഡീസ് എന്ന് പറയുന്നത്, സബ്സിഡീസ് വെരി ഓഫൺ ഡു നോട്ട് ബെനിഫിറ്റ് ദ ടാർഗറ്റ് ഗ്രൂപ്പ്. നമ്മൾ സബ്സിഡി ഗവൺമെൻറ് കൊടുക്കാറുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിലുള്ള ടാർഗറ്റ് ഗ്രൂപ്പിന് അത് കിട്ടാറില്ല എന്നതാണ്. ഇറ്റ് ഈസ് എ ഹ്യൂജ് ബേർഡൻ ഓൺ ദ ഗവൺമെൻറ് ഫിനാൻസ്. ഗവൺമെൻറ് നമ്മുടെ ഈ സബ്സിഡിക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് തന്നെ ഫിനാൻസിൽ തന്നെ ഏറ്റവും വലിയൊരു ബേർഡനാണ് ഈ സബ്സിഡി. പക്ഷെ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെയാണ്, പക്ഷേ ബെനിഫിറ്റ് പല മേഖലകളിൽ ഉണ്ടാകുന്നില്ല. സബ്സിഡീസ് പ്രൊവൈഡ് ആൻ ഇൻസെൻറ്റീവ് ഫോർ വേസ്റ്റ്ഫുൾ യൂസ് ഓഫ് ദ റിസോഴ്സസ്. നമ്മുടെ റിസോഴ്സസിൻ്റെ വേസ്റ്റ്ഫുൾ യൂസേജിന് സബ്സിഡി കാരണമാകും എന്നുള്ള ഒരു പോയിന്റ് കൂടി ഇതിൽ വരുന്നുണ്ട്.
Next question, small scale industries play a vital role in Indian economy. Give reason. Small scale industries ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്താണ്? നമുക്കറിയാം റീജിയണൽ ഇക്വാലിറ്റി ഉണ്ടാക്കുന്നതിന്, റീജിയണൽ ബാലൻസ് ഒക്കെ വരുത്തുന്നതിന്, അതേപോലെ തന്നെ ക്യാപിറ്റൽ വളരെ കുറഞ്ഞ ക്യാപിറ്റൽ മതി. നമുക്ക് ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ ഒത്തിരി താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും എന്തെങ്കിലും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഡിഫൈൻഡ് വിത്ത് റെഫറൻസ് വിത്ത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് അലൗഡ് ഓൺ ദ അസറ്റ് ഓഫ് യൂണിറ്റ്, അല്ലേ? മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് മതി. ദ ലിമിറ്റ് ഹാസ് ചേഞ്ച്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അതിന് നമുക്ക് അതിൻ്റെ ലിമിറ്റ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് ഓരോ ടൈമിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ 1950 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂണിറ്റ് വാസ് വൺ വിച്ച് ഇൻവെസ്റ്റഡ് ദ മാക്സിമം ഓഫ് റുപ്പീസ് 5 lakh. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഇന്ത്യയിൽ തുടക്കത്തിൽ എന്താണ് 5 lakh ഇതാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങേണ്ട ഒരു ഇതുള്ളത്. അറ്റ് പ്രസൻറ്റ് ദ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് അലൗഡ് ഇൻ ദ റുപ്പി 1 crore, 1 കോടി രൂപയാണ് ഇന്നിപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടത്. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു ഫേവറബിൾ കണ്ടീഷനാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നത്. പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ലേബറിന് നമുക്കുള്ള ഒരു പ്രത്യേകത, അൺഎംപ്ലോയ്മെൻറ്റിനെ കുറയ്ക്കാൻ, നമ്മുടെ രാജ്യത്തുള്ള അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കുന്നതിന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കാരണമാവുന്നുണ്ട്. കാരണം കുറേ ആൾക്കാർക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കൂടുതലായിട്ട് തുടങ്ങുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ധാരാളം ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നൽകാൻ പറ്റും. അതേപോലെ തന്നെ പൊല്യൂഷൻസ് കുറവാണ്. പിന്നെ വളരെ നമ്മുടെ റീജിയണൽ ബാലൻസ് ഇക്വാലിറ്റി വരുത്തുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പോസിറ്റീവ് സൈഡ്. അപ്പോൾ പോസിറ്റീവ് സൈഡൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കുക. ദെൻ prepare a seminar report on the goal of the 5-year plan pursued till 1991. അപ്പോൾ ഇന്ത്യയിലെ ഗോൾ ഓഫ് ദ 5-year പ്ലാൻ. അപ്പോൾ അതിൽ ഇൻട്രൊഡക്ഷൻ, ഒരു ടൈറ്റിൽ വേണം, ഇൻട്രൊഡക്ഷൻ വേണം, കണ്ടന്റ് വേണം, കൺക്ലൂഷനൊക്കെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ. അപ്പോൾ ആ രീതിയിലുള്ള എഴുതിയിട്ടുള്ളൊരു ഇതാണ് ഇവിടെ ഉള്ളത്. ഗോൾ ഓഫ് ദ 5-year പ്ലാൻ pursued till 1991 ഹെഡ്ലൈൻ എഴുതി. ദെൻ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എന്തെങ്കിലും സ്കൂളിൻ്റെ പേര് വേറെ രീതിയിൽ ഇന്ന ദിവസം ഇന്ന സമയത്ത് നടപ്പിലാക്കി എന്നുള്ള രീതിയിൽ എഴുതുക. ദെൻ അതിലെ കണ്ടൻറ്റിൻ്റെ ഭാഗത്ത് ഗോൾ ഓഫ് ദ 5-year പ്ലാൻ, ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി എന്നുള്ള ടേമുകളെ വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു കൺക്ലൂഷൻ കൂടി കൊടുക്കുക. അപ്പോൾ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ആ കൺക്ലൂഷൻ ഒന്ന് നോക്കാം. All the 4 groups presented their topic with the necessary fact and figures. After the presentation, there was a question answer session. The active participation of everyone made this session live and interesting. On all, the seminar was big success എന്നുള്ളത്. അപ്പോൾ കോമൺ ആയിട്ട് നിങ്ങളൊരു കൺക്ലൂഷൻ കൂടി അതിന് എഴുതി കൊടുക്കുക. 50 to 1990 എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. മാർച്ച് 2019 ക്വസ്റ്റ്യൻ, കാർവേ കമ്മിറ്റി ഗേവ് സജഷൻസ് ടു പ്രൊമോട്ട് ദ വർക്കിംഗ് ഓഫ് ദ ഫോളോയിങ്, ഫൈൻഡ് ഇറ്റ്. ഇതിലേതിൻ്റെ കാര്യത്തിനാണ് കാർവേ കമ്മിറ്റി 1955 കാർവേ കമ്മിറ്റി അതിൻ്റെ സജഷൻ നൽകിയത്. ഇതിലേത്? ഹെവി ഇൻഡസ്ട്രീസ്, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. നമുക്ക് ഓൾറെഡി ആൻസർ അറിയാം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ. ദെൻ നെക്സ്റ്റ് വൺ, നെയിം ദ ഫോറിൻ ട്രേഡ് പോളിസി അഡോപ്റ്റഡ് ബൈ ഡ്യൂറിംഗ് ദ 1950 to 1990. ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഫോറിൻ ട്രേഡ് പോളിസി ഇതിൽ ഏതായിരുന്നു എന്നുള്ളത്. ഐഡൻറ്റിഫൈ ദ പോളിസി ഇൻസ്ട്രുമെൻറ്റ് ടു പ്രൊട്ടക്ട് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. മാർച്ച് 2019 തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ ചോദ്യങ്ങളുണ്ട്. ആൻസർ എന്താണ്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിൻ്റെ ഇൻഡസ്ട്രിയൽ പോളിസി ദാറ്റ് വി അഡോപ്റ്റ് വാസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ട്രേഡ് പോളിസി. ഇൻ ദ ഫസ്റ്റ് 7 പ്ലാൻ, ട്രേഡ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ വാട്ട് ഈസ് കോമൺലി കോൾഡ് ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജി. ടെക്നിക്കലി ഇറ്റ് ഈസ് കോൾഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ എഴുതുക. ഫ്രം ഇമ്പോർട്ട്സ് ടുക്ക് 2 ഫോംസ്. 2 രീതിയിലാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, 2 രീതിയിലാണ് നടപ്പിലാക്കിയിട്ടത്. എന്താ? താരിഫ് ആൻഡ് കോട്ട സിസ്റ്റം. അപ്പോൾ താരിഫ് ആർ ദ ടാക്സ് ഓൺ ഇമ്പോർട്ട് ഗുഡ്സ്. ദേ മേക്ക് ഇമ്പോർട്ട് ഗുഡ്സ് മോർ എക്സ്പെൻസീവ്, ഡിസ്കറേജ് ദെയർ യൂസേഴ്സ്. അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ ഇമ്പോർട്ടിനെ നമ്മൾ താരിഫ് വർദ്ധിപ്പിക്കുമ്പോൾ ഇമ്പോർട്ട് കോസ്റ്റ്ലി ആവുകയും ഇമ്പോർട്ട് നമ്മുടെ രാജ്യത്ത് കുറയുകയും കാരണമാകും. ദെൻ കോട്ട സിസ്റ്റം എന്ന് പറയുന്നത്, കോട്ട സിസ്റ്റം സ്പെസിഫൈ ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഗുഡ്സ് വിച്ച് ക്യാൻ ബി ഇമ്പോർട്ടഡ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട എത്ര അളവ് പ്രോഡക്റ്റാണ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ആ അളവ് തീരുമാനിക്കുന്നതാണ്. ദ ഇഫക്റ്റ് ഓൺ താരിഫ് ആൻഡ് കോട്ട സിസ്റ്റം ദാറ്റ് ദേ റെസ്ട്രിക്ട് ദ ഇമ്പോർട്ട് ആൻഡ് ദെയർഫോർ പ്രൊട്ടക്ട് ദ ഡൊമസ്റ്റിക് ഫേംസ് ഫ്രം ദ ഫോറിൻ കോമ്പറ്റീഷൻ.
നമ്മൾ താരിഫ് സിസ്റ്റം, കോട്ട സിസ്റ്റം ഒക്കെ നടപ്പിലാക്കിയത് കൊണ്ട് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ ഫോറിൻ കൺട്രീസിലെ ഫേമുകളുടെ കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്, ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോട്ട സിസ്റ്റം, താരിഫ് സിസ്റ്റം, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നടപ്പിലാക്കിയുള്ള അല്ലെങ്കിൽ ഫോറിൻ കോമ്പറ്റീഷനിൽ എന്നെ നേരിടുന്നതിന് വേണ്ടി ഇന്ത്യ നടപ്പിലാക്കിയ പോളിസികൾ. Then nowadays the people discuss more about organic farming. Why? Discuss the following: advantages of organic farming and sustainable development കുറിച്ചൊക്കെ മാർച്ച് 2018 ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഫുഡ് ക്രോപ്സുകളിലൊക്കെ മെജോറിറ്റി എന്താണ്, പോയ്സണസ് ഗുഡ്സുകളാണ് അല്ലേ. നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ പെസ്റ്റിസൈഡ്സൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ക്രോപ്സുകളാണ് നമുക്ക് ഇന്ന് സൊസൈറ്റിയിൽ അവൈലബിൾ. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഓർഗാനിക് ഫാമിംഗ് ആകുമ്പോൾ മോർ ന്യൂട്രീഷണൽ വാല്യൂ ആയിരിക്കും, പെസ്റ്റിസൈഡ്സ് ഫ്രീ ആണ്, ഹൈലി ഇൻ്റർനാഷണൽ ഡിമാൻഡ് ഉണ്ട്. ഓർഗാനിക് ഫാമിംഗ് ആയിട്ടുള്ള ഗുഡുകൾക്ക് നല്ലൊരു ഡിമാൻഡ് വരുന്നുണ്ട്. ദെൻ എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. കൺവെൻഷണൽ അഗ്രികൾച്ചർ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മുടെ വാട്ടർ റിസോഴ്സസിനെയും അതേപോലെ ലൈഫ് സ്റ്റോക്കിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. മോറോവർ ദ എക്കോസിസ്റ്റം തന്നെ അത് കൊളാപ്സ് ആവുന്നതിന് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രോബ്ലം ഓവർകം ചെയ്യുന്നതിനെയാണ് ഓർഗാനിക് ഫാമിംഗ് കൊണ്ടുവരുന്നത്. ഓർഗാനിക് ഫാമിംഗ് സച്ച് എ ടെക്നോളജി വിച്ച് റീസ്റ്റോർ ദ മെയിൻറ്റെയിൻസ് ദ എൻഹാൻസ് ദ എക്കണോമിക് ബാലൻസ് അല്ലേ. നമ്മുടെ ഓർഗാനിക് ഫാമിംഗ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ട് എക്കോണമി ഒരു ബാലൻസിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ ഫുഡ് ക്രോപ്സിൻ്റെ പ്രൊഡക്ഷനും നമ്മുടെ ഫുഡ് സേഫ്റ്റിയും അതേപോലെ തന്നെ ഫുഡ് ക്രോപ്സുകളുടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഗുഡുകൾ ലഭിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓർഗാനിക് ഫാമിംഗ് റിക്വയർസ് ദ അവയർനെസ് ആൻഡ് വില്ലിങ്നെസ് ഓഫ് ദ ഫാർമേഴ്സ് അഡാപ്റ്റ് ടു ന്യൂ ടെക്നോളജി. നമ്മുടെ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് നമുക്ക് ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം നടത്തുകയും അതോടൊപ്പം ഫാർമേഴ്സിന് ഇത്തരത്തിലുള്ളൊരു അഗ്രികൾച്ചർ സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കണം എന്നുള്ളതിൻ്റെ ഒരു കാര്യമായിട്ടുള്ള ഒരു ആലോചനയും അവർക്ക് നൽകേണ്ടതുണ്ട്. ദെൻ അപ്പോൾ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതാണ്. ദെൻ ലിസ്റ്റ് എനി ഫോർ ഇഫക്റ്റ് വിച്ച് ദ മിറാക്കിൾ സീഡ്സ് ക്രിയേറ്റഡ് ദ ഇന്ത്യൻ അഗ്രികൾച്ചർ. മിറാക്കിൾ സീഡ്സ് എന്ന് പറയുന്നത് ഹൈ ഹീൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ് ഗ്രീൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാർച്ച് 2017 വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മിറാക്കിൾ സീഡ്സിൻ്റെ പ്രത്യേകതകളാണ് നോക്കുന്നത്. എനേബിൾ ഇന്ത്യ ടു അറ്റൈൻ ദ സെൽഫ് സഫിഷ്യൻസി ഇൻ ദ ഫുഡ് ഗ്രെയിൻസ്, increased market surplus, large scale increase in the production, prices of food grains decline, government procured surplus product for future uses അല്ലേ. ഗവൺമെൻറ് പ്രൊക്യൂർഡ് സർപ്ലസ് പ്രോഡക്റ്റ് ഫോർ ഫ്യൂച്ചർ യൂസസ്. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഈ ഹൈ ഹീൽഡ് വെറൈറ്റി ഓഫ് സീഡ്സ് ഒക്കെ വന്നതോടുകൂടി ധാരാളം പ്രൊഡക്ഷൻ ഉണ്ടായതോടുകൂടി നമ്മൾ ബഫർ സ്റ്റോക്ക് ആക്കി വെക്കുകയും നമുക്ക് ഫുഡ് ക്രോപ്സ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്ത് സൂക്ഷിക്കാനൊക്കെ കാരണമായിട്ടുണ്ട്. നെയിം ദ സിസ്റ്റം ഓഫ് ഫാമിംഗ് ദാറ്റ് റീസ്റ്റോർ ദ മെയിൻറ്റെയിൻ ആൻഡ് എൻഹാൻസ് ദ എക്കോളജിക് ബാലൻസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓർഗാനിക് ഫാമിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. നെയിം ദ സിസ്റ്റം ഓഫ് ഫാമിംഗ് ദാറ്റ് റീസ്റ്റോർ, മെയിൻറ്റെയിൻ ആൻഡ് എൻഹാൻസ് ദ എക്കോളജിക്കൽ ബാലൻസ്. നമ്മുടെ എക്കോളജിക്കൽ ബാലൻസ് ഒക്കെ റീസ്റ്റോർ ചെയ്യുക, അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുപോകുന്ന ഫാമിംഗ് സിസ്റ്റം ഏതാണ്? ഓർഗാനിക് ഫാമിംഗ് എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് എന്താണ്, അതിൻ്റെ പോസിറ്റീവ് സൈഡാണ് കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ ഓർഗാനിക് ഫാമിംഗ് ആണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓർഗാനിക് ഫാമിങ്ങിൻ്റെ പോസിറ്റീവ് സൈഡുകളൊക്കെ എഴുതി കൊടുക്കുക. വിച്ച് ഈസ് നോട്ട് എ പെയർ എന്നുള്ള 2017 കൊടുത്തിട്ടുണ്ട്. തജസ് മജുംദാർ കമ്മിറ്റി എഡ്യൂക്കേഷനാണ്. ബ്രിട്ടൻ ആൻഡ് കമ്മീഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. കാർവേ കമ്മിറ്റി അഗ്രികൾച്ചർ ആണോ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണ്. VKRV റാവു നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കാർവേ കമ്മിറ്റി. ഇറ്റ്സ് റിലേറ്റഡ് ടു ഏതാണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. ദെൻ എക്സ്പ്ലെയിൻ സം മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് ഇംപ്രൂവ് ദ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തെല്ലാം പോളിസികൾ കൊണ്ടുവന്നിട്ടുണ്ട്.
ദെൻ മാർച്ച് 2016 ഇത് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് കുറേ മാർക്കറ്റിംഗ് അഗ്രികൾച്ചർ പ്രോഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരല്ലോ, ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏരിയാസ് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് വിവിധ മേഖലകളിൽ മാർക്കറ്റിംഗ് സിസ്റ്റംസ് ആരംഭിച്ചിട്ടുണ്ട്. ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് ഒരു ഫെയർ പ്രൈസിൽ പ്രോഡക്റ്റ് വാങ്ങിക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള മാർക്കറ്റുകൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. എന്നിരുന്നാലും അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ദ ഫോളോയിങ് തിങ്സ് ആർ റിക്വയർ. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില പോയിന്റുകളുണ്ട്, ശ്രദ്ധിക്കുക. ഫെസിലിറ്റേറ്റിംഗ് ഫോർ സ്റ്റോറിങ് ദ ഗുഡ്സ്, സാധനങ്ങൾ സ്റ്റോർ ചെയ്യേണ്ട ഏരിയ ഉണ്ടാക്കണം. ആഡിക്വേറ്റ് ആൻഡ് എക്കണോമിക്കൽ ട്രാൻസ്പോർട്ടേഷൻ വേണം. എലിമിനേഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ്സ് വേണം. ദെൻ ബേസിക് ഇൻഫർമേഷൻ ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ ടു ഗെറ്റ് ദ ബെറ്റർ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. നമ്മൾ ഫാർമേഴ്സിനെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് അതിനൊരു ഫെയർ പ്രൈസ് ലഭിക്കുന്ന ഒരു ഏരിയയും കൂടി കണ്ടെത്തണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്യുന്നതാണ്. ദ എബോവ് മെൻഷൻഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ efficient agriculture marketing can be also classified into the following: promotion of cooperative agriculture system അതിനെ പ്രൊമോഷൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇതിൽ വരുന്നത് നോക്കാം. ഡെവലപ്പിംഗ് ദ റെഗുലേറ്റഡ് മാർക്കറ്റുകളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരിക. ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്, അപ്പോൾ ഗ്രേഡിങ് ചെയ്യുക, അതേപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുക. ഇതൊക്കെ ഫാർമേഴ്സിൻ്റെ അവരുടെ പ്രോഡക്റ്റിന് ബെറ്റർ പ്രൈസ് ലഭിക്കുന്നതിന് കാരണമാകും. ദെൻ ഡെവലപ്പിംഗ് വെയർഹൗസിംഗ് ഫെസിലിറ്റി ആൻഡ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിന് സഹായിക്കുന്നതാണ്. ഡെവലപ്പിംഗ് ദ വെയർഹൗസിംഗ് ഫെസിലിറ്റീസും അതേപോലെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവരിക. ഡിക്ലറേഷൻ ഓഫ് സപ്പോർട്ട് പ്രൈസ് ദാറ്റ് ഓഫേഴ്സ് ദ മിനിമം പ്രൈസ് ഓഫ് ദ ഫാർമേഴ്സ് ഫോർ ദെയർ പ്രോഡക്ട്സ്. ഇപ്പോൾ നമുക്കറിയാം സപ്പോർട്ട് പ്രൈസ് ഒക്കെ പ്രഖ്യാപിക്കാറുണ്ട് ഗവൺമെൻറ്. അപ്പോൾ ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് അവർക്കൊരു മിനിമം പ്രൈസെങ്കിലും അവർക്ക് ലഭിക്കണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അത്തരത്തിലുള്ള സപ്പോർട്ട് പ്രൈസുകളൊക്കെ കൊണ്ടുവരിക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എക്കണോമിക് ടേം പ്രൈവറ്റൈസേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, സെല്ലിംഗ് ദ പാർട്ട് ഓഫ് ഇക്വിറ്റി ഓഫ് ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ടു ദ പബ്ലിക്. അപ്പോൾ നമ്മൾ പ്രൈവറ്റൈസേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ബൈ സെല്ലിംഗ് ദ പാർട്ട് ഓഫ് ദ ഇക്വിറ്റി ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ടു ദ പബ്ലിക്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇത് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് LPG പോളിസി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷേ എന്നാലും ഇതിൽ മാർച്ച് 2015 ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. ഒന്നുകൂടി നോക്കാം. റൈറ്റ് ദ എക്കണോമിക് ടേം എന്താണെന്ന് എഴുതുക. പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടറിൻ്റെ സ്ഥാപനത്തെ പ്രൈവറ്റൈസേഷൻ ചെയ്യാണ്. അണ്ടർടേക്കിംഗ് ദ സെല്ലിംഗ് ഓഫ് ദ പാർട്ട് ഓഫ് ഇക്വിറ്റി ഓഫ് ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ടു പ്രൈവറ്റ് എന്നാണ്, ഇവിടെ പബ്ലിക് എന്നാണുള്ളത്, ടു പ്രൈവറ്റ് ആണ്. പ്രൈവറ്റിന് നമ്മുടെ ഇതിൻ്റെ ഷെയറുകൾ, പബ്ലിക് സെക്ടറിൻ്റെ ഷെയറുകൾ കൊടുക്കുന്ന സിസ്റ്റം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന മേഖലയിൽ നിന്ന് ഗവൺമെൻറ് പിൻവാങ്ങുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ 24th ക്വസ്റ്റ്യൻസ് വരുന്നത്, ദ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ ഡ്യൂറിങ് ദ എക്കണോമിക് റൂൾ പെർമനൻ്റ്ലി ബ്രോക്കൺ ബൈ ദ ഗ്രീൻ റെവല്യൂഷൻ ഡിസ്കസ്. അപ്പോൾ ഇതിന് ഈ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് ഗ്രീൻ റെവല്യൂഷൻ്റെ പോസിറ്റീവ് സൈഡ്. ഗ്രീൻ റെവല്യൂഷൻ എന്താണ്, ആ ഗ്രീൻ റെവല്യൂഷൻ്റെ പോസിറ്റീവ് സൈഡ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതെങ്ങനെ എക്കോണമിയെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ആൻസറാണ് ഇതിന് എഴുതി കൊടുക്കേണ്ടത്. മാർച്ച് 2014 വന്നിട്ടുള്ള ചോദ്യമാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇന്ത്യ ദ ലാൻഡ് റിഫോംസ് ലീഡ് ടു ദ അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് എമംഗ് ദ ടില്ലേഴ്സ് ഓഫ് ദ സോയിൽ. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്? ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് 2014 തന്നെ വന്നിട്ടുള്ള ചോദ്യമാണ്. ലാൻഡ് റിഫോംസിൻ്റെ പോസിറ്റീവ് സൈഡ്, ലാൻഡ് റിഫോംസിൻ്റെ പോളിസി ഏതൊക്കെയാണ് പോളിസി, അതിൻ്റെ പോസിറ്റീവ് സൈഡ്, അതിനൊരു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിലും കൂടി നിങ്ങൾ എഴുതി കൊടുക്കുക. ദെൻ the next question,
the stagnation in agricultural sector was caused mainly because of various systems of land settlement that were introduced in the colonial government. Do you agree with the statement? Justify your answer. അപ്പോൾ ഇന്ത്യയിൽ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ സ്റ്റാഗ്നേഷൻ വരുന്നതിന് ഇന്ത്യയിലെ വേരിയസ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ലാൻഡ് റിഫോംസ് നടപ്പിലാക്കാൻ കാരണമായിട്ടുള്ള ഏരിയ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, അതാണ് അതിൽ എഴുതേണ്ടത്. അതായത് ലാൻഡ് റിഫോംസ് ഉണ്ടായിരുന്ന ലാൻഡ് റിഫോംസ് നടപ്പിലാക്കാൻ ആവശ്യമാകുമ്പോൾ. Listen, the next question. The stagnation in agriculture sector was caused mainly because of the various systems of land settlement that were introduced by the colonial government. Do you agree with this statement? Justify your answer. അപ്പോൾ കൊളോണിയൽ ഗവൺമെൻറ് ഇന്ത്യയെ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റമാണ് പലപ്പോഴും ഇന്ത്യയിൽ ലാൻഡ് റിഫോംസ് നടപ്പിലാക്കുന്നതിന് കാരണമായത്. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ സെമീദാരി സിസ്റ്റം, റേറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം ഒക്കെ അന്നത്തെ ആ സിസ്റ്റത്തിലുണ്ടായിരുന്ന നെഗറ്റീവുകൾ എന്താണ് അന്ന് ഇതിൽ കൂടുതലായിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ ഇങ്ങനെ ഇവിടെ നോക്കാം. Yes, the stagnation of Indian agriculture sector was caused mainly because of the various system of land settlement that were introduced in the colonial government. This was mainly because of the following reason. എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഏതൊക്കെയാണ്? സെമീദാരി സിസ്റ്റം, ലോ ലെവൽ ഓഫ് ടെക്നോളജി, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി, ലാക്ക് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്നുള്ള പോയിന്റുകൾ അതിൽ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കുക. Then next question. The mixed economy like India, public sector undertaking play important role in the economic development of the country. Prepare a debate report on the role of public sector undertaking in the economic development in India, the present context. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നല്ലൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് 2000 ഏത് വർഷമാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കാം. 2010 വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഒരു ഡിബേറ്റ് റിപ്പോർട്ട് എഴുതുന്നതിൻ്റെ രീതിയിൽ ദ ഡിബേറ്റ് റിപ്പോർട്ട് ഓൺ ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇൻ ദ ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ദ റോൾ ഓഫ് ദ പബ്ലിക് സെക്ടർ ഇൻ ദ ഇന്ത്യൻ എക്കോണമി ഡെവലപ്മെൻറ്റ് അതാണ് എഴുതേണ്ടത്. അതിൻ്റെ ഫേവറിംഗ് ആയിട്ടുള്ള പോയിന്റുകൾ എഴുതുക. ജോബ് സെക്യൂരിറ്റി ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി നൽകുന്നുണ്ട്, വെൽഫെയർ ഓറിയൻറ്റഡ് ആണ്, ദെൻ ആബ്സെൻസ് ഓഫ് വെൽത്ത് കോൺസെൻട്രേഷൻ ഉണ്ട്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള വരുന്നത് ഇതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ലെസ് കോമ്പറ്റേറ്റീവ് ആണ്, അതേപോലെ തന്നെ ലെസ് ഇന്നോവേറ്റീവ് സ്പിരിറ്റ് ആണ്, അതേപോലെ കറപ്ഷൻസ് ഉണ്ട്, മിസ്മാനേജ്മെൻ്റ് ഉണ്ട്. ഇത്രയും ആണ്. ഇതിനൊക്കെ കുറച്ചും കൂടി വിശദീകരിച്ചിട്ടുള്ളതാണ് ആൻസർ എഴുതേണ്ടത്. ഇതിൽ പോയിന്റ് ഔട്ടാണ് ചെയ്തിട്ടുള്ളൂ. വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ ആൻസർ എഴുതുക. അപ്പോൾ എന്തായാലും ഇന്ത്യൻ എക്കോണമി 1950 to 1990 വരെയുള്ള ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ ഗോൾ ഓഫ് ദ 5-year പ്ലാനും ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാൻഡ് റിഫോംസ്, ഗ്രീൻ റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ പോളിസി, ട്രേഡ് പോളിസി, സ്മോൾ സ്കെയിൽ പോളിസി, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, കോട്ട സിസ്റ്റം, പ്രൊട്ടക്ഷൻ സിസ്റ്റം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.